ഇന്നത്തെ ഈ വീഡിയോ എല്ലാ 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണ് മക്കളെ? പാരലലോഗ്രാം, അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്കറിയാം ഈ ചിത്രം എന്താണ്? സാമാന്തരികമാണ്. എന്താണ് ഈ ചിത്രം? സാമാന്തരികമാണ്. എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗരത്തിൻ്റെ ഓൾ ആംഗിൾസ്, എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. മീൻസ് ഇവിടുത്തെ ആംഗിൾ എത്ര, ഇവിടുത്തെ ആംഗിൾ എത്ര, ഇവിടുത്തെ ആംഗിൾ എത്ര, അതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പഠിച്ചു. അതിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 180 ഡിഗ്രി ആണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി കണ്ടുപിടിക്കാം. ആംഗിൾ ബി എന്ന് പറയുന്നത് 180 നിന്നും എത്ര കുറച്ചാൽ മതി? 55 കുറച്ചാൽ മതി. മനസ്സിലായോ? ആംഗിൾ ബി കണ്ടുപിടിക്കാൻ ടോട്ടൽ 180 ഇവിടുത്തെ ആംഗിൾ അങ്ങ് കുറയ്ക്കണം. അപ്പോൾ 180 55 കുറച്ച എത്ര? അതാണ്ട് 10, 10 5 കുറച്ച 5, ഇത് 7 7 5 കുറച്ച എത്ര? 7 5 കുറച്ച എത്ര? 2. 125 ഡിഗ്രിയാണ് എവിടെ വരുന്നത്? ആംഗിൾ ബി എന്ന് പറയുന്ന 125 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായേ? അപ്പോൾ ഒരു സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ പാരലോഗ്രത്തിന്റെ അടുത്തടുത്ത് വരുന്ന ആംഗിൾസ് കൂട്ടിയാൽ എത്രയാണ്? 180. സെറ്റാണ്. ഇനി മക്കൾമാർ പറ, ഇവിടെ 125 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര കോണായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക. ഇവിടെയും എത്ര തന്നെ? 125 ഡിഗ്രി തന്നെ. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ഇവിടുത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ സി എത്രയാണ്? ഇവിടെ 55 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും എത്ര തന്നെയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ 125 ആണെങ്കിൽ ഇവിടെയും 125, ഇവിടെ 55 ആണെങ്കിൽ ഇവിടെയും 55. അതാണ് ആരുടെ പ്രത്യേകത? സാമാന്തരികത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. നിങ്ങളുടെ പേജ് മറിച്ച് നോക്കിയാൽ കാണാൻ ഈ ഒരു ചോദ്യം. പഠിക്കാം നമുക്ക് എങ്ങനെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഈ നടുക്കുള്ള കോണാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഈ ലൈൻ പി ക്യു എന്ന് പറയുന്ന ലൈനും ഈ ആർ എസ് എന്ന് ഞാൻ പേരിട്ട് വിളിച്ച ലൈനും പി ക്യു എന്ന് പറയുന്ന ലൈനും ആർ എസ് എന്ന് പറയുന്ന 2 ലൈനും എന്താണ്? പാരലലാണ്, സമാന്തരമാണ്. ഓക്കെയാണ്. ഈ വരയും നമ്മൾ ഒന്നാമത്തെ വീഡിയോ പറഞ്ഞ ട്രെയിൻ പാളം പോലെ ഇങ്ങനെ പോകുന്നത്, ഒരിക്കലും കൂട്ടിമുട്ടൂല. അതാണ്ട് ഈ വരയും ഒരിക്കലും കൂട്ടിമുട്ടൂല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ നടുക്കത്തെ ആംഗിൾ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു മാർഗമുണ്ട് മക്കളെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക. ആ നടുക്കൂടെയും നിങ്ങൾ ഒരു എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാരലൈൻ കൂടി വരയ്ക്കുന്നു. കണ്ടല്ലോ? കറക്റ്റ് ആ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ഒരു പാരലൈൻ വരയ്ക്കുക. കണ്ടോ ഞാൻ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായി? എക്സ്ട്രാ ആ സെന്ററിൽ കൂടെ പോകുന്ന ഒരു പാരലൈൻ എന്ത് ചെയ്യുന്നു? ഞാൻ വരയ്ക്കുന്നു. സെറ്റാണേ? ഇപ്പൊ ഞാൻ വരച്ചു. ഓക്കെ, കണ്ടല്ലോ? ഇവിടെ കൂടെ ഒരു പുതിയ ഒരു സമാന്തര വര വരച്ചു. അപ്പൊ ഈ വര എന്താണ്? സമാന്തരമാണ്. ഈ വരയും എന്താണ്? സമാന്തരമാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം, ഇത് രണ്ടും സമാന്തരമാണെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും മക്കളെ? 40 വരും. പടം മാറ്റി ഒന്ന് വരച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. പല കാര്യങ്ങളും പണ്ട് പഠിച്ചാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 2 വര സമാന്തരമാണെങ്കിൽ അതിനെ ചരിച്ച് മറ്റൊരു വര ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന കോണ് എവിടെ ഉണ്ടാവുന്ന കോണാണ്? അത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന കോണും ഇവിടെ ഉണ്ടാവുന്ന കോണും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടല്ലോ. അവര് തമ്മിൽ എന്തായിരിക്കും? ഈ കോണും തുല്യമായിരിക്കും. എന്താ കാര്യം? മറുകോൺ. മലയാളം മീഡിയക്കാർക്ക് അറിയാം മറുകോൺ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അറിയാം എന്ത് ആംഗിള്? ഓൾട്ടർനേറ്റ് ആംഗിൾ. എന്തൊരു ആംഗിളാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഏതൊക്കെ? ഇതും. അതുപോലെ തന്നെ ഇത് മനസ്സിലായെങ്കിൽ നേരെ അത് ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ 40 വന്നാൽ ഇവിടെ എത്രയാണ്? 40. അപ്പൊ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എത്ര ഡിഗ്രി എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു? 40 ഡിഗ്രി. അവിടെ എത്ര ഡിഗ്രി? 40 ഡിഗ്രി. സെറ്റാണ്. അങ്ങനെയാണ് ഈ മക്കളെ തൊട്ട് താഴെ നിങ്ങൾക്കറിയാം ഈ വരയും എന്താണ്?
സമാന്തരമാണ്. അങ്ങനെയാണ് ഇവിടെ 50 ആണ്, ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 50. എന്താ കാര്യം? മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, നടുക്കത്തെ ആംഗിൾ എത്രയാണ്? നടുക്കത്തെ ആ സെൻറ്ററിലെ ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ ഈ 40ഉം 50ഉം കൂടെ കൂട്ടിപ്പറയണം. എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആ 40 ഡിഗ്രിയും ആ 50 ഡിഗ്രിയും കൂടെ കൂട്ടണമായിരുന്നു. എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 90 ഡിഗ്രി. ആ സെൻറ്ററിലുണ്ടായ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം, നടുക്ക് എത്രയാണ്? 90 ഡിഗ്രിയാണ് ദാ ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 90 ഡിഗ്രി. അതിനുവേണ്ടി നമ്മൾ എന്താ എക്സ്ട്രാ ചെയ്തത്? ഈ നടുക്കൂടെ ഒരു എക്സ്ട്രാ സമാന്തര വര അല്ലെങ്കിൽ പാരലൈൻ വരച്ചു. സെറ്റാണ്. അടുത്ത ചോദ്യം പഠിക്കുക. അപ്പോൾ ഇത് മനസ്സിലായി. ഇവിടെ ഉപയോഗിച്ച ഐഡിയ എന്തുവാ? ആൾട്ടർനേറ്റ് ആംഗിൾ. എന്തുപയോഗിച്ച് നമ്മൾ? ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യമാണ് ഉപയോഗിച്ചത്. ഓക്കെയാണ്. പുസ്തകത്തിന് തൊടുക്കത്തെ പേജിലെ ഭാഗങ്ങൾ. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് എന്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, കാണുമ്പോഴേ അറിയാം, ഇതൊരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെതായ ഇവിടുത്തെ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അതുകൊണ്ട് പറ, അപ്പൊ ആ വരിയും കൂടെ ആദ്യം എഴുതുക. ഏതൊക്കെ ആംഗിൾ? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 180 ഡിഗ്രി. നമുക്ക് ഏതാ കണ്ടുപിടിക്കുക? ആംഗിൾ സി കണ്ടുപിടിക്കാൻ നമുക്കറിയാം 180 നിന്ന് കുറയ്ക്കണം. ആരൊക്കെ തമ്മിൽ കൂട്ടിയത്? 70ഉം 80ഉം കൂടെ കൂട്ടുന്നത് കുറയ്ക്കണം. മീൻസ് ആംഗിൾ സി 180 മൈനസ് 150 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. ദാ ഇവിടുത്തെ കോൺ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് പറ, 30. എന്തുകൊണ്ടാണ്? ഈ 70ഉം 30 കൂട്ടിയ 100, 100നോട് 80 കൂട്ടിയ 150. ഏതൊരു ത്രികോണത്തിന്റെ 3 ആംഗിൾ കൂട്ടിയാൽ എത്രയായിരിക്കും? 180. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എത്ര? 30 ഡിഗ്രി. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. മലയാളം മീഡിയം ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണ് ചോദ്യം? 1 ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ. ചോദ്യത്തിലെ മെയിൻ കഥാപാത്രമാരാണ്? റൈറ്റ് ട്രയാംഗിൾ. എന്തുവാണ്? റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. എങ്ങനെയാ മക്കളെ ഒരു മട്ടത്രികോണത്തിന്റെ രൂപം? മട്ടത്രികോണത്തിന്റെ രൂപം എന്ന് പറയുന്നത് ദാ ഇതുപോലെ ഇരിക്കും. മട്ടത്രികോണം. അയ്യോ, ശരിയായില്ലല്ലേ? മട്ടത്രികോണം ഒന്നുകൂടെ നമുക്ക് വരയ്ക്കാം. മട്ടത്രികോണം ദാ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതാണ് ഒരു മട്ടത്രികോണം എന്ന് പറയുന്നത്. സെറ്റാണ് മട്ടത്രികോണം. ഈ മട്ടത്രികോണം എന്ന് നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കാണണം. ദാണ്ട് ഇതാണ് റൈറ്റ് ആംഗിൾഡ് ആംഗിൾ. അല്ലെങ്കിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി. എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇനി മറ്റൊരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതാണ് 1 ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഏതോ ഒരു ആംഗിൾ ഉണ്ട്, അത് എത്രയാണ്? 40. അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് മാർക്ക് ചെയ്യുന്നു? 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുന്നു. അത് എവിടുന്ന് കിട്ടിയത്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 40 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ആംഗിൾ ഓഫ് other than the right angle? What is the measure angle other than right angle? റൈറ്റ് ആംഗിളിനെ കൂടാതെ ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, അത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇവിടുത്തെ ആംഗിൾ എത്ര, ഇവിടുത്തെ ആംഗിൾ എത്ര, എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പേര് കൊടുക്കാം. ട്രയാംഗിൾ ഞാൻ PQR എന്ന് പേര് കൊടുത്താൽ നിങ്ങൾക്കറിയാം ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R എത്രയായിരുന്നു? 180 ആയിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ആംഗിൾ R ആണ്. ആംഗിൾ R കണ്ടുപിടിക്കുക. 180 നിന്ന് കുറയ്ക്കണം. ഏതൊക്കെ തമ്മിൽ കൂട്ടിയത്? 90ഉം 40ഉം കൂടെ കൂട്ടുന്നത്. 90ഉം 40ഉം കൂടെ കൂട്ടി എത്രയാ? 180 മൈനസ് 130 എന്ന് പറയുമ്പോൾ എത്രയാ? 50 ഡിഗ്രി. എന്ന് പറയുമ്പോൾ ദാ ഈ ആംഗിൾ R എത്ര ഡിഗ്രി വരും? 50 ഡിഗ്രി. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 50 ഡിഗ്രി. അപ്പം പുതുതായിട്ട് വന്ന ബാക്കിയുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. സെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിനകത്ത് എന്തോ പറഞ്ഞത്? 1 ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെറും ട്രയാംഗിൾ. ഒരു ത്രികോണത്തിലെ എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു ത്രികോണം ഉണ്ടെന്ന് മനസ്സിലായി. എന്തുണ്ട്? ഒരു ട്രയാംഗിൾ. അപ്പോൾ ട്രയാംഗിൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അതാ ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു. സെറ്റാണ്. അപ്പോൾ ട്രയാംഗിൾ സെറ്റായി. ഈ ത്രികോണത്തിലെ ഒരു ആംഗിൾ, ഏതാംഗിൾ? 1 ആംഗിൾ എത്രയാണ്? 72. അപ്പോൾ ഏതോ ഒരു ആംഗിൾ, എനിക്ക് അറിഞ്ഞൂടാ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഈ ത്രികോണത്തിലേതാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. 72 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. ഇനി പറഞ്ഞിരിക്കുന്ന വാചകം ശ്രദ്ധിക്കണം. അതർ 2 ആംഗിൾസ് ആർ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ. മറ്റ് 2 ആംഗിളുകൾ ദാ ഇവിടുത്തെ കോണും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ അല്ലെങ്കിൽ മലയാളം ദാ നോക്ക്, ഒരേ അളവാണ്.
എന്താണ്? ഒരേ അളവ്. അപ്പോൾ ഇവിടുത്തെ കോണും ഒരേ അളവാണ് എന്ന് വെച്ചാൽ ഇനി ബാക്കി വരുന്ന ആംഗിൾ എന്ത് ചെയ്താൽ മതി? പകുതി മുറിച്ചു കൊടുക്കണം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതാ പറഞ്ഞുതരാം. ഇതിന് പേര് കൊടുക്കുന്നു. ഈ ട്രയാങ്കിളിന് ഞാൻ പേര് എടുക്കുകയാണ്. LMO എന്ന് പേര് കൊടുത്തു. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇനി ഏതൊക്കെ ആംഗിൾ ഉണ്ട്? ആംഗിൾ എമ്മും ആംഗിൾ ഒയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം. നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. ആംഗിൾ എല്ലും ആംഗിൾ എമ്മും ആംഗിൾ ഒ ആണല്ലേ? ആംഗിൾ എം കഴിഞ്ഞ് ഒ ആണ്. ആംഗിൾ ഒയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തോ എഴുതിയത്? ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയെന്ന്? 180. അത് നമുക്കറിയാം. ഇനി ആംഗിൾ എമ്മും ഒയും കൂടെ കൂട്ടും നമുക്ക് മതിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എം പ്ലസ് ആംഗിൾ ഒ ആണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 നിന്ന് ഉള്ള 72 ഡിഗ്രി അങ്ങ് കുറയ്ക്കണം. സെറ്റാണ്. ഈ 72 ഡിഗ്രി കുറയ്ക്കുക മീൻസ് ഇവിടുത്തെ ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന കിട്ടും. ഈ ആംഗിൾ കൂടെ കൂട്ടുന്ന കിട്ടും. അപ്പോൾ അവർ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 180 നിന്ന് എത്ര കുറയ്ക്കണം? 72 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 10 നിന്ന് 2 കുറച്ചാൽ 8. അടുത്ത 7 ആയിരുന്നു, അത് 0. അപ്പോൾ 108 ഡിഗ്രി. എത്ര വരും? 108 ഡിഗ്രിയാണ് ആംഗിൾ എം ആംഗിൾ ഒയും കൂടെ കൂട്ടിയ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാലാണ് എത്ര? 108. അല്ലാതെ ഇതും കൂടെ കൂട്ടിയാലാണ് 108. രണ്ടും കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാലാണ് 108. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ ഓരോ ആംഗിളും ആംഗിൾ എം എത്ര, ആംഗിൾ ഒ എത്ര എന്നാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത വരി എഴുതാം. ആംഗിൾ എമ്മും ആംഗിൾ ഒയും എന്താണ് മക്കളെ? ഇത് രണ്ടും എന്തോ ഈക്വൽ ആണ്, തുല്യമല്ലേ? ഈ കോണും എന്താണ്? ഈക്വൽ ആണ്, തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആ 108 ഡിഗ്രിയെ എത്ര ആയിട്ട് മുറിച്ചു കൊടുക്കുക? 2 ആയിട്ട് മുറിക്കുക, തുല്യമായിട്ട് മുറിക്കുക. എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വരും? 54 ഡിഗ്രി. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾക്ക് എത്ര ഡിഗ്രി കിട്ടും? 54. ഇവിടെ എത്ര കിട്ടും? 54. അപ്പോഴല്ലേ അത് എത്ര ആവും? 54 കൂടെ കൂട്ടിയാൽ എത്ര ആവും? 108. സെറ്റാണ്. അപ്പോൾ എങ്ങനെ 54 കിട്ടിയെന്ന് മനസ്സിലായല്ലേ? ഇവിടെയും ഈക്വൽ ആയതുകൊണ്ട് അത് എന്ത് ചെയ്തു? 2 ആയിട്ട് മുറിച്ചു. 2 ആയിട്ട് മുറിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 54. സെറ്റാണ് ഈ ചോദ്യം. ഓക്കെയാണ്, പക്ക. അടുത്ത ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ എത്തി. എന്താണ് ചോദ്യം എന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്താ ചോദ്യം? PQRS റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ മലയാളം ഓർത്തിരിക്കുക, ചതുരമാണ്. PQRS എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ചതുരമാണ്. ചതുരം. എന്തോ ചതുരം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ചതുരമാണ്. നിങ്ങളുടെ വീട്ടിൽ ചതുരമുണ്ട്. ഫോൺ ഒരു ചതുരമാണ്. എന്താണ് ചതുരത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഓരോ മൂലയിലും എത്ര ഡിഗ്രിയാണ് ചതുരത്തിനുണ്ടാവുന്നത്? ഇവിടെയും എത്ര തന്നെ? 90 ഡിഗ്രി തന്നെ. ഇവിടെയും മൊത്തത്തിൽ എത്ര തന്നെ? 90 ഡിഗ്രി. ഇവിടെയും മുഴുവനുമായിട്ടും എത്ര ഡിഗ്രി തന്നെ? 90 ഡിഗ്രി. ഓക്കെയാണ്. അപ്പൊ ചതുരത്തിന്റെ കേസിൽ ചതുരമാണ് ഇത് എന്ത് പടമാണ്? റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം. ചതുരത്തിന്റെ എല്ലാ മൂലയിലും എത്ര കോണാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ഓഫ് ട്രയാങ്കിൾ STP. ഈ ത്രികോണത്തിന്റെ കോണുകളാണ് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഈ കോൺ കണ്ടുപിടിക്കണം, ഇവിടുത്തെ കോൺ കണ്ടുപിടിക്കണം, ഇവിടുത്തെ കോൺ. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഈ കോണുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് പറഞ്ഞു നോക്കിയാണ്, ആംഗിൾ P മുഴുവനായിട്ട് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ P മുഴുവൻ എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിയാലാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അങ്ങ് പറയാതെ ഇവിടുത്തെ ആംഗിൾ എത്ര മക്കളെ? ഇവിടുത്തെ ആംഗിൾ എത്ര? മുഴുവൻ എത്രയാണ്? ഇത് മുഴുവൻ 90 ആണെങ്കിൽ ബാക്കി എത്ര? ഇതിനകത്ത് 50 ഡിഗ്രി. സെറ്റാണ്. അകത്ത് എത്ര? 50 ഡിഗ്രി. എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ TPS എത്രയാണ്? ആംഗിൾ TPS എത്രയാണ്? 50 ഡിഗ്രി. കണ്ടോ? പീഡ് അവിടെ TPS. നമുക്ക് TPS എത്രയാണ്? 50 ഡിഗ്രി. സെറ്റ്. ഇനി നിങ്ങൾ പറ, ഇവിടെ മുഴുവനും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണ് ഇവിടെ 25 ഉണ്ട്. അപ്പൊ എങ്ങനെ കിട്ടും? അപ്പൊ ആംഗിൾ TSP എത്രയാണ്? അവിടെ 25 ഉണ്ട്. അപ്പൊ ബാക്കി എത്ര? 65 65 ഡിഗ്രി. അപ്പൊ ഇവിടെ ബാക്കി എത്ര ആംഗിൾ വരും? 65 ഡിഗ്രി. എന്നാലേ 5 5 10 ആവും, 90 ആവും. സെറ്റ്. ഇനി ഒരാംഗിൾ കൂടെ ഉണ്ടല്ലോ. ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആംഗിൾ STP കിട്ടാനായിട്ട് നിങ്ങൾക്കറിയാം 180 നിന്ന് കുറയ്ക്കണം, 65 50 കൂടെ കൂട്ടിയത്. മനസ്സിലായല്ലോ? ഈ 3 കോണും ഇവിടുത്തെ കോണും കൂടെ കൂട്ടിയത് എത്രയാണ്? 180. അപ്പൊ 180 നിന്ന് കുറയ്ക്കണം, മറ്റേത് രണ്ടും കൂടെ കൂട്ടിയത്. എന്ന് പറയുമ്പോൾ 180 മൈനസ് 65 5 0 5 വരും, 6 5 115. ഇനി 180 നിന്ന് 115 കുറച്ചാൽ എത്ര വരും? 5. പിന്നെന്ത് വരും? 65 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ സെന്റർ ആംഗിൾ എത്ര വരും? 65 ഡിഗ്രി എന്ന ഉത്തരം
വരും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ത്രികോണത്തിലെ ഏതൊക്കെ 65 ഡിഗ്രി, 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രിയാണ് ഈ ത്രികോണത്തിലെ കോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കിട്ടിയാൽ ഏതൊക്കെയാണ് ഉത്തരങ്ങൾ? 65 ഡിഗ്രി, 65 ഡിഗ്രി, 50 ഡിഗ്രി. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യത്തിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടുത്തെ കോണ് കണ്ടുപിടിക്കണം, ഇപ്പുറത്തെ കോണ് കണ്ടുപിടിക്കണം, ഇവിടുത്തെ കോൺ കണ്ടുപിടിക്കണം, ഇവിടുത്തെ കോണും കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങളും കൂടെ തരണം. ദാ എഴുതി വെച്ചോ, ഈ ലൈൻ്റെ പേര് PQ എന്ന് വിളിക്കുന്നു, ഈ ലൈൻ്റെ പേര് RS എന്ന് വിളിക്കുന്നു, ഈ ജംഗ്ഷനെ ഞാൻ O എന്ന് വിളിക്കുന്നു, ഈ സെൻറ്റർ പോയിന്റ് O. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ചോദ്യം ഏത് പേജിലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22ാമത്തെ പേജിലെ. ഇനി എന്തൊക്കെ പ്രത്യേകത? PQ എന്ന് പറയുന്ന ലൈനും RS എന്ന് പറയുന്ന രണ്ട് ലൈനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ലൈനും സമാന്തരമാണ്, ഇത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻ. ഓക്കെ, അതിനെയാണ് ഇങ്ങനെ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ പണ്ടും പഠിച്ചാണ്. എന്താണ്? രണ്ട് സമാന്തര വരയുണ്ട്, അതിനെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഇങ്ങനെ മുറിച്ചാൽ ഇവിടെ ഏത് കോണുണ്ടായാലും, എവിടെ 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 ദാ നോക്കിക്കോണം, ദാ ഇവിടെ ഏത് കോണുണ്ടായാലും അതിന് തുല്യം ഏത് വരും? ദാ ഇവിടം വരും. എവിടെ വരും? ഇവിടെ ഇപ്പുറത്ത് വരും എന്നുള്ള കാര്യം ഓർക്കുക. ദാ ഇത് രണ്ടും എന്താണ്? ആൾട്ടർനേറ്റ് ആണ്, അല്ലെങ്കിൽ മറുകോണുകളാണ്. അതാണ്ട് ഇവിടെ ഏത് കോണുണ്ടായാലും അത് തന്നെയാണ് ഇവിടെ. ഇനി നിങ്ങൾ ആ പടത്തിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇതുണ്ടോ നോക്ക്, ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്, ഇതിനെ ഇങ്ങനെ ചരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കോണും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. നോക്ക്, ചരിച്ചിട്ട ലൈൻ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ കോണും എന്തായിരിക്കും? തുല്യമാണ്. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇച്ചിരി പണിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദാ ഇതുപോലെ ഒന്ന് നീട്ടി വരയ്ക്കാം. ദാ ഇവിടെ നീട്ടി വരയ്ക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവും. ദാ നീട്ടി വരച്ചു. ഞാൻ കുറേ ലൈനൊക്കെ നീട്ടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കും, നീട്ടി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റിയതാണ്ട് ഈ ലൈനും സമാന്തര വരയാണ്. ഏതൊക്കെയാ? ദാ ഈ ലൈനും എന്താണ്? സമാന്തരമാണ്. അതിനെ മുറിക്കുന്ന ലൈൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 45. എന്തുകൊണ്ടാണ്? ഇതും എന്താണ്? മറുകോണാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി എന്ത് ചെയ്യാം? ദാ ഇതിനകത്ത് എക്സ്ട്രാ വരകളെല്ലാം ഞാൻ മായ്ച്ചളയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരും എന്നാണ് ഞാൻ പറഞ്ഞത്? ദാണ്ട് ഇവിടെ എത്ര ഡിഗ്രി വരും? ഇവിടെ എത്ര ഡിഗ്രി വരും? ഇതാണ്ട് ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എന്താണ്? 45. എന്താ കാര്യം? ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കിട്ടി 45 ഡിഗ്രി. സെറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരെണ്ണോടെ പെട്ടെന്ന് പറയാം. ദാ ഇവിടെ 35 ആണ്, ഇവിടെ എന്ത് തന്നെയാണ്? 35 ആണ് മക്കളെ. എന്താ കാര്യം? ദാ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ദാ ഇവിടെ ഏത് ആംഗിൾ ആയാലും, ദാ ഇവിടെ ഏത് ആംഗിൾ ആണെങ്കിലും അത് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്, അതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ ഇതാണ്ട് ഈ ഒരു പാരൽ ലൈനെ ഈ ലൈൻ കൊണ്ട് ഇങ്ങനെ മുറിച്ചപ്പോൾ അതിൻ്റെ ഈ സൈഡിലുണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന എന്താണ്? മറുകോണുകളാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എത്ര വരും? 35 ഡിഗ്രി വരും. ഓക്കെ, ഇവിടെ 35 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര മക്കളെ? ഇവിടുത്തെ ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആംഗിൾ ഓയുടെ അവിടുത്തെ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ POQ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 180 നിന്ന് കുറയ്ക്കണം. എന്തൊക്കെ? 35ഉം 45ഉം കൂടെ കൂട്ടുന്നത് സംശയം വല്ലതും ഉണ്ടോ? എന്താ? അതാണ്ട് ഈ 3 1 2 3 ഈ 3 ആംഗിൾ കൂടെ കൂട്ടി എത്ര? 180. അപ്പോൾ ഈ 2 ആംഗിൾ കൂടെ കൂട്ടിയത് എന്ത് ചെയ്യണം? 180 നിന്ന് കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 5 5 10 ഇഷ്ടമെന്ന് 80 കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 100 ഡിഗ്രിയാണ് സെൻറ്ററിൽ വരുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 100 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ഈ പേജ് നമ്പർ 22 കിടന്ന ചോദ്യത്തിന്റെ ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. ദാ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മളിവിടെ ഉപയോഗിച്ച ഐഡിയ ഏതെന്ന് ചോദിച്ചാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മലയാളം മറുകോൺ എന്ന് പറയുന്ന ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. മറുകോൺ എന്തെന്ന് മനസ്സിലാക്കണം കേട്ടോ. ആദ്യത്തെ വീഡിയോയിലുണ്ട്, നിങ്ങൾ കണ്ടുപഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 22 ചോദ്യമാണ്. ഇതാ നോക്കിക്കോ, എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ ലൈനും എന്താണ്? പാരലലാണ്. ഓക്കെയാണ്, സമാന്തരമാണ്. ഏതൊക്കെ? ഈ ലൈനും സമാന്തരമാണ്. അത് കണക്ക് ഈ ലൈനും എന്താണ്? സമാന്തരമാണ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലൈനിൻ്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ എത്ര ആംഗിൾ ഉണ്ട്? ഇവിടെ 2 3 ആംഗിളായി. ഏതൊക്കെ 3 ആംഗിൾ? ഏതൊക്കെ? 1
2, 3. ഈ 3 ആംഗിൾ കൂട്ടിയാലും എത്ര ഡിഗ്രിയെ വരത്തുള്ളൂ? 180 ഡിഗ്രിയെ മാക്സിമം വരത്തുള്ളൂ. ഇനി ഇതാ ഇവിടെ ഒരു ആംഗിളൂടെ വരച്ചാൽ പോലും എത്രയേ വരത്തുള്ളൂ? 180. അല്ലെങ്കിൽ ഇവിടെ ഒരു ആംഗിളൂടെ വരച്ചാൽ പോലും എത്രയേ വരത്തുള്ളൂ? കൂട്ടിയാൽ 180 ഡിഗ്രിയെ വരത്തുള്ളൂ. കേട്ടല്ല? അപ്പം മനസ്സിലാക്കുക, ഒരു ലൈനിൻ്റെ മുകളിലുള്ള എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയേ വരത്തുള്ളൂ? 180. അതുകൊണ്ട് നിങ്ങൾ പറ അതാ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ഇവിടുത്തെ ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? വേണമെങ്കിൽ പേര് കൊടുത്ത് പഠിപ്പിക്കാം. ഈ പേര് ABCDE എന്ന് പേര് കൊടുത്താൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ആംഗിളാണ് ആംഗിൾ DBC എത്ര എന്നാണ് ചോദ്യം. എന്തോ ചോദ്യം? ആംഗിൾ DBC എത്ര എന്നാണ് ചോദ്യം. എന്തോ പ്രത്യേകത? ഒരു ലൈനിൻ്റെ മുകളിലുള്ള എല്ലാ ആംഗിളുടെ കൂട്ടിയാൽ എത്രയാണ്? 180. ഇതാ ഇവിടെ ഒരു മുട്ടൻ ലൈൻ ഉണ്ട്, കണ്ടോ? ഇവിടെ ഉണ്ടാവുന്ന 1, 2, 3, ഇത് 3 കൂടെ കൂട്ടിയാൽ എത്രയേ വരത്തുള്ളൂ? 180. അതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ DBC എന്ന് പറഞ്ഞാൽ എത്ര? 180 മൈനസ് ഏതൊക്കെ തമ്മിൽ കൂട്ടുന്ന 60 + 70 ആയിരിക്കും. എന്ന് പറയുമ്പോൾ 180 മൈനസ് 130 ഡിഗ്രി ആയിരിക്കും. എന്ന് പറയുമ്പോൾ എത്രയാണ്? 50. കേട്ടോ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര എന്ന് ചോദിച്ചവരോട് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റി 50. എത്രയാണ്? 50. ഇനി ശ്രദ്ധിക്കണം, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 50 വന്നാൽ ഏതൊക്കെ ലൈനാണ് പാരലൽ? ഈ ലൈനും എന്താണ്? പാരലൽ, അല്ലെങ്കിൽ ഒരേ ചരിവ. പാരലൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ഒരേ വളഞ്ഞായിരിക്കും നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. കേട്ടോ? എത്രയായിരിക്കും? 50 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. എന്താ കാര്യമൊന്നും മനസ്സിലായല്ല? ഒരേ ചരിവിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾ, അല്ലെങ്കിൽ സമാന കോണെന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് ആംഗിൾ? ഇവിടുത്തെ ആംഗിൾ പറ. എല്ലാവരും പറ. എത്ര? ആംഗിൾ AEB എത്രയായിരിക്കും? 180 എന്ന് കുറയ്ക്കണം. ഏതൊക്കെ തമ്മിൽ കൂട്ടിയത്? 60 + 50. മനസ്സിലായല്ലോ? ഇവിടുത്തെ ആംഗിൾ കിട്ടാൻ ഇതും കൂടെ കൂട്ടിയിട്ട് ഏതിൽ നിന്ന് കുറയ്ക്കണം? 180 എന്ന് കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ എത്ര? 180 മൈനസ് 110. 180 മൈനസ് 110 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 70 ഡിഗ്രി അവിടെ വരും. സംശയമില്ലല്ലോ? ഇനി നിങ്ങൾ പറ. ഈ ലൈനും എന്താ? പാരലൽ. അപ്പോൾ ഇവിടെ ഏതാണോ കോൺ അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ഒരേ ചരിവ് നിലനിർത്താൻ വേണ്ടി കറസ്പോണ്ടിങ് ആംഗിൾ, അല്ലെങ്കിൽ സമാന കോൺ. അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 60 ആയിരിക്കും. നിങ്ങൾ പറ 60, 50, 70. അങ്ങനെയാണെങ്കിൽ 60, 50 ഇവിടെ എന്ത് തന്നെയായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ. സിമ്പിളായിട്ട്. അല്ലെങ്കിൽ 3 കൂടെ കൂട്ടിയാൽ എത്ര വരൂ? 180. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാ ആംഗിളുകളും ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് PQRS ഈസ് എ പാരലലോഗ്രാം. എന്തോ മക്കളെ? ഇതൊരു പാരലലോഗ്രാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇതെന്തരാണ്? പാരലലോഗ്രാം. പാരലലോഗ്രത്തിന്റെ പ്രത്യേകത എന്തുവാ? ഇവിടുത്തെ കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. നമ്മൾ പഠിച്ചാണ്. ഞാൻ സൈഡിലോട്ട് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോ, സൈഡിലോട്ട് എഴുതാം. പറ. ആംഗിൾ Pയും ആംഗിൾ Qയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആയിരിക്കും. സെറ്റാണ്. ഏതൊക്കെയാ? ആംഗിൾ P എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ ഉണ്ട്? ഇവിടെ 1, 2 ആംഗിൾ അവിടെ ഉണ്ട് ആംഗിൾ Pയിൽ. അപ്പോൾ ഇത് മുഴുവനും കൂട്ടി എത്ര വരും? 180. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പറ, ആ ട്രയാങ്കിളിലെ കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട 1, 2, 3. ഈ 3 ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര എന്ന് പറയുന്നവരോട് എളുപ്പമാണ്. ആംഗിൾ SPF കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആംഗിൾ SPF, ഇവിടുത്തെ ആംഗിൾ ഇതാണ് ആംഗിൾ SPF. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആംഗിൾ SPF കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം മൊത്തത്തിൽ 180 ആണ്. ഏതൊക്കെ? ഇതും കൂടെ കൂട്ടിയാൽ 180 ആണ്. അതിലിപ്പോൾ എത്രയുണ്ട്? 110ഉം 30 കൂടെ കൂട്ടി വയ്ക്കുക. എന്ന് പറയുമ്പോൾ 110 + 30 കൂട്ടിയാൽ മതി. അതിൽ നിന്ന് കുറച്ചാൽ മതി. എന്ന് പറയുമ്പോൾ എത്ര വരും? 180 മൈനസ് 140 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വരും? 40 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. കണ്ടോ? ഇവിടെ വരുന്നത് എത്ര? 40 ഡിഗ്രി. ഇനി മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ 40ഉം 30 കൂടെ കൂട്ടി എത്ര? 70. 70നോട് 110 കൂട്ടി എത്ര? 180 കിട്ടും. സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെ 40 ഡിഗ്രി വന്നത്. സെറ്റ്. ഇനി നിങ്ങൾക്കറിയാം ഒരു പാരലലോഗ്രത്തിൻ്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ ഇവിടുത്തെ ആംഗിൾ തന്നെയാണല്ലോ ഇവിടെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആംഗിൾ Q = ആംഗിൾ S = 110 വരേണ്ടത്. അതറിയാം. ഇവിടെ 110 ആണ്. ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെ? 110 വരേണ്ടത്. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 60 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരും? നിങ്ങൾക്കറിയാം. ഈ അകത്തെ ആംഗിൾ ഇനി എത്ര വരും? ഈ അകത്തെ ആംഗിൾ എത്ര വരും മക്കളെ? എത്ര വരും എന്ന് വെച്ചാൽ 50 വരും. എന്നാലേ 60ഉം 50 കൂട്ടി എത്ര? 110. താഴെ എത്ര തന്നെ? 110. സെറ്റ്. കഴിഞ്ഞു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു ആംഗിൾ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ദാ ആംഗിൾ എഫ്. ആംഗിൾ പി എഫ് എസ് എത്ര എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം 180 മൈനസ് 90. 90 എവിടുന്ന് വന്ന് 90 എവിടുന്ന് വന്ന് 50ഉം 40ഉം കൂടെ കൂട്ടുന്നത്. അപ്പോൾ 180 മൈനസ് 90 എത്ര? 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? 90 ഡിഗ്രി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ ചോദ്യങ്ങൾ. ഇതാണ്ട് ഇതും സാമാന്തരികമാണെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയും ഇതും കൂടെ കൂട്ടി എത്ര? 180. ഇവിടെ 110 ആണ്. ഇവിടെ മുഴുവനും എത്ര തന്നെ? 110. ഈ ഒരു ഐഡിയ അറിയാവുന്നവർക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു.